ഹലോ മേഡിയോസ്. അപ്പോൾ നമ്മുടെ രാജാവിനെ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു അല്ലേ? അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം ഇദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ്, വി ഡി സതീശൻ എന്ന് തന്നെയാണ്. മന്ത്രിയാകാൻ ആര് മന്ത്രിയാകണം എന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും വി ഡി സതീശൻ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് ടോക്കിംഗ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വിവരം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്, സംസാരത്തിലൊക്കെ ബോധമുള്ള ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഈ രാഷ്ട്രീയത്തിൽ പലരുടെയും ടോക്കിംഗ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വിവരമുള്ളതായിട്ട് തോന്നിയിട്ടില്ല സംസാരത്തിൽ. അപ്പോൾ ഇദ്ദേഹത്തിന് അതുണ്ടെന്ന് തോന്നി. അപ്പോൾ എന്തായാലും അർഹതപ്പെട്ട ഒരു ആളെയാണ് തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി 5 വർഷം നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ ഒരു ഭരണം എങ്ങനെയുണ്ടെന്ന്. പ്രജകളായി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, വിജയ് ഫയർ തുടങ്ങി അല്ലേ? ഞാൻ ആലോചിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ കേട്ടൊരു വാർത്ത എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അത് നടന്നാൽ മതിയായിരുന്നു. അതായത് നീറ്റ് പരീക്ഷ അത് ഒഴിവാക്കിയതിന് ശേഷം +2ൻ്റെ മാർക്ക് വെച്ച് എൻട്രൻസ് പ്രവേശനം എന്നുള്ളതാണ്. കാരണം അത് കറക്റ്റാണ്. കാരണം എല്ലാ പാവങ്ങളായ ഒരുപാട് കഴിവുള്ള ഒരുപാട് കുട്ടികൾ അവരവരുടെ കഴിവ് തെളിയിക്കുന്നത് ഈ പറയുന്ന +2 വിദ്യാഭ്യാസത്തിൽ നിന്നാണ്. കാര്യം അവിടെ അവർക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട, പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ എക്സാമിന് പോവോ പ്രിപ്പയർ ചെയ്യുകയോ ഒന്നും വേണ്ട. കാര്യം +2 നല്ല പോലെ അവർക്ക് ഇരുന്ന് പഠിച്ച് എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു ചോദ്യപേപ്പർ ചോർച്ച ഉണ്ട്. എന്നാലും ഈ നീറ്റ് പരീക്ഷ പോലെ അങ്ങനെ ചോദ്യപേപ്പർ ചോർച്ചയൊന്നും അധികം ഉണ്ടാവാറില്ല. പിന്നെ അത് മാത്രമല്ല, നീറ്റ് പരീക്ഷയെ പ്രിപ്പയർ ചെയ്യാൻ ഒത്തിരി പൈസ വേണം. പാവങ്ങളായ കുട്ടികൾക്കൊന്നും ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് അവസ്ഥകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊന്നും ഈ ഒരു മെഡിക്കൽ എൻട്രൻസ് അങ്ങോട്ടേക്ക് എത്തത്തില്ല. അപ്പോൾ അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ എനിക്ക് ഡോക്ടർ ആവണം എന്ന്. അപ്പോൾ അവർക്ക് ഡോക്ടർ ആവാനൊക്കെ ഉള്ള ഒരു വഴിയാണ് ശരിക്കും വിജയ് കാരണം തെളിഞ്ഞു വരാൻ പോകുന്നത്. അപ്പോൾ അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ടിയിട്ട് വിജയ് കേന്ദ്രത്തിനോട് ചോദിച്ചിട്ടുണ്ട്. അത് നടക്കട്ടെ. എന്ത് ഈ നീറ്റ് പരീക്ഷ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. +2ന് തന്നെ അറിയാൻ പറ്റും കഴിവുള്ളവനെയും കഴിവില്ലാത്തവനെ. എന്ന് വെച്ചാൽ പാവങ്ങളായാലും ഡോക്ടറായിട്ട് പറഞ്ഞാൽ പാവങ്ങളായ രോഗികളുടെ മനസ്സ് കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം അല്ലാതെയൊക്കെ ഇപ്പോൾ പുറത്തൊക്കെ പോയി പഠിച്ച് ഇറങ്ങി ഒക്കെ വരുന്ന ആൾക്കാരാണ് കൂടുതലും ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ഡോക്ടറായിട്ട് ഇരിക്കുന്നത്. മനസ്സിലാകുന്നില്ല പാവങ്ങളുടെ അവസ്ഥയും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും. അത്രയ്ക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെയാണ് നമുക്ക് അവരിൽ നിന്ന് നേരിടേണ്ടത്. നമ്മൾ ഓരോ വാർത്തകളൊക്കെ കേൾക്കുന്നില്ല ഓരോന്നും. അപ്പോൾ എന്താണെങ്കിലും വിജയ് എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ അടിപൊളിയാണ്, സൂപ്പറാണ്. അത് നടത്തിക്കൊണ്ടുവരാനുള്ള അശ്രാന്ത പരിശ്രമം അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കും നമ്മുടെ മുഖ്യമന്ത്രിയോടും ആവശ്യപ്പെടാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. വിജയിനെ കണ്ടൊക്കെ പഠിച്ചാൽ നല്ലതായിരിക്കും. ഇവിടെ നടക്കില്ലല്ലേ, ഇത് കേരളം ആയതുകൊണ്ട് പാടായിരിക്കും. അല്ലെങ്കിൽ അഥവാ നടത്തണമെന്ന് വിചാരിച്ചാലും ആ മനുഷ്യനെ നടത്തിക്കില്ല. അതാണ്, അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്തായാലും പ്രാർത്ഥിക്കാം.